ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറും പാകിസ്ഥാനുമായി ഉണ്ടായ സംഘർഷവും കാരണം രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിക്കാണ്. രാഷ്ട്രത്തോടൊപ്പം നിന്ന് ശക്തവും വ്യക്തവുമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല. അതിന് പകരം പലവിധ അഭിപ്രായങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത്. തീർച്ചയായും ഇത് അവരുടെ വോട്ട് ബാങ്കിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആവശ്യപ്പെട്ടതാണ് കോൺഗ്രസിന് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി. ചോദ്യങ്ങൾ ചോദിക്കണം, പക്ഷേ അതിനൊരു സമയമുണ്ടെന്ന് ഇപ്പോഴും രാഷ്ട്രീയത്തിൽ ശിശുവായ രാഹുൽ മറന്നുപോയി. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് എന്ത് ചെറിയ നഷ്ടമുണ്ടായാൽ പോലും അത് പുറത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് സൈന്യമോ സർക്കാരോ മാത്രമല്ല, ഇവിടുത്തെ 145 കോടി ജനങ്ങളാണ്. അങ്ങനെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനെ വെല്ലുവിളിക്കുന്ന പ്രവണതയാണ് രാഹുൽ ഗാന്ധി കാണിച്ചത്. ഇപ്പോഴുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനുമേൽ ആധിപത്യം സ്ഥാപിച്ചെന്നത് ലോകരാജ്യങ്ങൾ പോലും സമ്മതിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്തു നിന്ന് തന്നെ അതിനെ തള്ളിക്കളയുന്ന സ്വരം ഉയരുന്നു എന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. വെറും രാഷ്ട്രീയ താൽപ്പര്യം മാത്രം മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഉടനെ വരാൻ പോകുന്ന ബീഹാർ UP ഇലക്ഷൻ മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഫലത്തിൽ കോൺഗ്രസിനും അവരുടെ ഒപ്പമുള്ള പാർട്ടികളെയുമാണ് ബാധിക്കാൻ പോകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് ബീഹാറിലും UP യിലും ഉള്ളത്. തീവ്രവാദ ആക്രമണത്തിന് പകരമായി ഭീകരന്മാരുടെ താവളങ്ങളും പാക് സൈനിക കേന്ദ്രങ്ങളും തകർത്തത് ജനങ്ങളിൽ പൊതുവെ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് വഴി സ്ത്രീകളും വളരെ ആവേശത്തോടെയാണ്, അഭിമാനത്തോടെയാണ് ഈ സൈനിക ഓപ്പറേഷനെ നോക്കിക്കാണുന്നത്. പഹൽഗാമിൽ സ്ത്രീകളെ വിധവയാക്കിയവർക്ക് രാജ്യം നൽകിയ ഈ തിരിച്ചടി വോട്ടായി മാറുമ്പോൾ ബീഹാർ UP നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വിജയ പതാകയാണ് ഉയരാൻ പോകുന്നത്. സൈനിക ഓപ്പറേഷന് പിന്നാലെ രാജ്യവ്യാപകമായി BJP തിരംഗയാത്ര സംഘടിപ്പിച്ചതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ നടപടികൾ വിശദീകരിക്കാൻ പോകുന്ന സംഘത്തിൽ വിവിധ പാർട്ടികളിലെ പ്രമുഖരെ ഉൾപ്പെടുത്തിയതും അവരുടെ മികച്ച ഒരു നീക്കമാണ്. എല്ലാ രാഷ്ട്രീയക്കാരും ഇന്ത്യൻ സൈനിക നടപടിയെക്കുറിച്ച് പല രാജ്യങ്ങളിലും പ്രസംഗിക്കുമ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ തന്ത്രപരമായ വിജയം കൂടിയാണ്. എന്നാൽ ആവശ്യമില്ലാതെ സർക്കാരിനെ ചോദ്യം ചെയ്യുകയും വിദേശത്തേക്ക് അയക്കുന്ന പ്രതിനിധികളിൽ ശശി തരൂരിൻ്റെ പേര് ഒഴിവാക്കുകയും ചെയ്ത കോൺഗ്രസ് രാഷ്ട്രീയമായി ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. സൈനിക നടപടികളടക്കമുള്ള കേന്ദ്ര നിലപാടുകളെ ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുകയും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തി മോദി സർക്കാരിനെതിരെ രംഗത്ത് വരികയുമാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഒരു എയർഫോഴ്സ് പൈലറ്റ് പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. അത് ചോദ്യം ചെയ്യേണ്ട ഒരാവശ്യവും ഈ അവസരത്തിൽ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. യുദ്ധവിമാനം നഷ്ടമായോ എന്ന ചോദ്യത്തിലൂടെ രാഹുൽ ഗാന്ധി നഷ്ടപ്പെടുത്തിയത് കോൺഗ്രസിൻ്റെ ഭാവി തന്നെയാണ്. തൻ്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ ചങ്കൂറ്റത്തെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധി BJP സർക്കാർ കാണിച്ച ഈ ചങ്കൂറ്റത്തെയും അംഗീകരിക്കാൻ തയ്യാറാകണമായിരുന്നു. യുദ്ധം എന്നത് സൗത്ത് ഇന്ത്യക്കാർ നോക്കിക്കാണുന്നത് പോലെയല്ല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കാണുന്നത്. അതിൻ്റെ ഭീകരതയും കഷ്ടപ്പാടുകളും നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്ന കൂട്ടരാണ് അവിടെ ഉള്ളവർ. ഒരു രാജ്യത്തിനു മുന്നിലും കീഴടങ്ങാതെ ലോകത്തിനു മുന്നിൽ ഇന്ത്യ തലയെടുപ്പോടെ നിൽക്കണമെന്നാണ് നമ്മളോടൊപ്പം അവരും ആഗ്രഹിക്കുന്നത്. ഇന്ത്യ എന്ന ആ വികാരത്തെയാണ് രാഹുൽ ഗാന്ധി അപക്വമായ നിലപാടിലൂടെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ജനമനസ്സുകളിൽ നിന്നാണ് കോൺഗ്രസ് പൂർണ്ണമായും അകന്നു പോകുന്നത്. ബീഹാറിലും UP യിലും മാത്രമല്ല, എല്ലായിടത്തും കോൺഗ്രസ് വലിയ തിരിച്ചടികൾ തന്നെ നേരിടേണ്ടി വരും എന്ന കാര്യം ഉറപ്പാണ്.